മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ചെയ്തു വരികയാണ്. ഇതിനു മുമ്പ് 2 വീഡിയോകളിലായി അതിലെ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. അത് കാണാത്ത കുട്ടികൾ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷമായിരിക്കണം ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ കാര്യം എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മൾക്ക് ഒരു വൃത്തം വരച്ചിട്ട്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ 5 വൃത്തങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വൃത്തം വരച്ച് 3/8 ഭാഗം 3/8 പാർട്ട് ഈ സർക്കിളിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേപോലെ വേറൊരു സർക്കിൾ വരച്ചിട്ട് 2/5, അപ്പോൾ ഈ സർക്കിളിന്റെ 2/5 ഇതിൽ മാർക്ക് ചെയ്യണം. ഈ സർക്കിളിന്റെ 4/9 ഇതിൽ മാർക്ക് ചെയ്യണം. അങ്ങനെ ഓരോ വൃത്തത്തിലും താഴെ കൊടുത്ത ഭാഗം, ആ ഭിന്ന ഭാഗം അതിൽ അടയാളപ്പെടുത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് നമ്മൾക്ക് ചെയ്തു നോക്കാം. നോക്കൂ കുട്ടികളെ, ഇവിടെ നോക്കേണ്ട കാര്യം, ഒരു വൃത്തം വരക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് 3 സെന്റിമീറ്ററിൽ വരക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 4 സെന്റിമീറ്ററിൽ വരക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 സെന്റിമീറ്ററിൽ ഒരു വൃത്തം വരച്ചു എന്ന് വിചാരിച്ചോ. 3 സെന്റിമീറ്ററിൽ നമ്മളൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇതേമാതിരി ഒരു സർക്കിൾ നിങ്ങൾക്ക് ഇവിടെ സെന്റർ വെച്ചിട്ട് കോമ്പസ് എടുത്തിട്ട് വരക്കാൻ പറ്റും. ഞാൻ ഇത് അവിടെ ആദ്യമേ വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് കോമ്പസ് ഒരു സ്ഥലത്ത് കുത്തിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾക്ക് വൃത്തം വരക്കാൻ, അത് നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെ വരച്ചൊരു വൃത്താണ് ഇത്. ഇതില് 3/8 ഭാഗം അടയാളപ്പെടുത്തണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നോക്കിക്കോളൂ. ഒരു വൃത്തം നമ്മൾ വരച്ചിട്ട് അതിന്റെ 1/2 ഭാഗം അടയാളപ്പെടുത്താൻ പറഞ്ഞാല്, അതായത് ഹാഫ് പാർട്ട് നിങ്ങളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞാല് നിങ്ങൾ എന്താണ് ചെയ്യുക? ഇതിനെ 2 ഭാഗമാക്കിയിട്ട് അതിലത്തെ ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യും, മറ്റു ചെയ്യും, അല്ലെ? അപ്പൊ ഇതിനെ നിങ്ങൾ ചെയ്യുന്നത് 2 ഭാഗമാണ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 3 ഭാഗം ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കുറച്ച് വിഷമിക്കും. കാരണം 2 ഭാഗമാക്കാൻ എളുപ്പമാണ്, ഇവിടെ സെന്റർ ഉണ്ടായതുകൊണ്ട് അതിലേക്കൂടെ ഒരു വര വരച്ചാൽ മതി. 3 ഭാഗം ആക്കുക എന്ന് പറയുമ്പോൾ പ്രയാസം വരും. അപ്പോഴും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ആകെ സർക്കിൾ എത്രയാണ് ശ്രദ്ധിക്കുക, ഒരു കണക്ക് ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ എല്ലാം ചെയ്യാൻ പറ്റും. ആകെ സർക്കിൾ എത്ര ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 360 ഡിഗ്രി. കാരണം ഒരു പ്രൊട്രാക്ടർ ഒരു പ്രൊട്രാക്ടർ വെച്ചാൽ 180 ഡിഗ്രി, താഴത്തെ പ്രൊട്രാക്ടർ 180 ഡിഗ്രി ആയി. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ ഒരു വൃത്തത്തിൽ ആകെ 360 ഡിഗ്രി. മനസ്സിലായില്ലേ? ഒരു സർക്കിളിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 360. അപ്പൊ ഇതാകെ 360 ഡിഗ്രി ഉണ്ട്. ആ 360 ഡിഗ്രിയുള്ള ഈ ഫുൾ സർക്കിളിനെ, ഈ മുഴുവൻ വൃത്തത്തിന്റെ 1/3 ഭാഗം 1/3 ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് ഫുള്ള് 360 ഡിഗ്രിയാണ്. ആ 360ന്റെ 1/3 ഭാഗം കണ്ടുപിടിക്കുക. 360ൽ 1/3 ഭാഗം നമ്മൾക്ക് കിട്ടും. എത്ര കിട്ടും? 36 നമുക്ക് 120 ഡിഗ്രി എന്ന് കിട്ടും. 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് 120 ഡിഗ്രി കിട്ടും. അപ്പൊ നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു റേഡിയസ് വരക്കുക. എന്നിട്ട് നമ്മളുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ നമ്മൾ വെച്ചിട്ട്, ശ്രദ്ധിക്കണേ, ഇവിടെ വെച്ചിട്ട് നമ്മൾ അതില് 120 ഡിഗ്രി നോക്കൂ. ഇങ്ങനെ നോക്കി, ഇതാ ഇവിടെ വെച്ചു. ഇവിടെ വെച്ച് 90, 110, 120 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി നമുക്ക്. ഓക്കെ, ആ 120 ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. ആ ഡോട്ട് ഇട്ടിട്ട് ഈ ഡോട്ടും ഇതും തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, ജോയിൻ ചെയ്യുന്നു. അപ്പോ എന്തായി മാറി? ഇത് 120 ഡിഗ്രി ആയി മാറി. അതായത് 360 ഡിഗ്രിയുടെ 1/3 ഭാഗമായിട്ട് മാറി. അപ്പൊ ഇനി നമുക്ക് ചിത്രം വരക്കാൻ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം നിങ്ങൾ കോമ്പസിൽ എടുക്കുക. നോക്കിക്കോളൂ,
ദാ ഇവിടെ കുത്തിയിട്ട് കോമ്പസിന്റെ മറ്റേ പെൻസിലിന്റെ മുന ഈ അറ്റത്ത് ഇവിടെ എത്തിക്കുക. ഓക്കെ, എന്നിട്ട് അത് ഇവിടെ ഈ പോയിന്റില് മുട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരാർക്ക് ഇവിടെ വരച്ചാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള ഒരാർക്ക് നമ്മൾ ഇവിടെ വരക്കുക. ഓക്കെ, ഇനി ഇപ്പുറം വരക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഇവിടെ മുട്ടുക. ഇനി വരക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇനി അത് നമ്മൾ ജോയിൻ ചെയ്താൽ മതി. നോക്കിക്കോളൂ, ദാ ഈയുടെ ഒരു പോയിന്റ് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ഭാഗമായി? 1, 2, 3 ഭാഗമായി. അപ്പോ ഇത് എത്ര ഡിഗ്രിയാണ് വരുന്നത്? 120 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ നമുക്കൊരു വൃത്തത്തിനെ 3 ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ 3 ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോ ഇതിന് 1/3 ഭാഗം മാത്രമേ നിങ്ങൾക്ക് കാണണ്ടൂ എങ്കിൽ നിങ്ങൾ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ 120 ഡിഗ്രി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ടാമത്തെ കഷ്ണം ആവശ്യമില്ല. ഈ രണ്ടാമത്തെ കഷ്ണം എന്തിനാ നമ്മൾ ചെയ്തത്? ഒരു സർക്കിളിനെ 2 ഭാഗമാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞു. 3 ഭാഗം എങ്ങനെ ആക്കുക എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനിപ്പോ 3 ഭാഗമാക്കി മാറ്റിയത്. ഇനി 1/3 ഭാഗം മാത്രമേ കാണേണ്ടൂ എങ്കിൽ നമ്മൾ ആദ്യം കിട്ടിയ 120 ഡിഗ്രി ഉണ്ടല്ലോ, ആ 120 ഡിഗ്രി ഇതിൽ അടയാളപ്പെടുത്തിയാൽ എന്തായി? ഞാൻ ഇത് മായ്ക്കുന്ന ഇത് എത്ര ഭാഗം? 1/3 ഇത് കിട്ടും. 1/3 ഭാഗം ഇത് കിട്ടും. ബാക്കിയുള്ളത് എത്ര കിട്ടും? 3/2 ഭാഗം, 2/3 ഇപ്പുറത്തെ ഭാഗവും കിട്ടും. നമ്മളോട് 1/3 മാത്രമേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എഴുതിയാൽ മതി? ഇത് മാത്രം നമ്മൾ വരച്ചിട്ട് എഴുതിയാൽ മതി. ഇത് നമ്മൾക്ക് അറിയുന്ന എക്സാമ്പിളിനെ വെച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ 1/3 1/3 അല്ല, 3/8 ആണ്. അപ്പോ 3/8 വരുമ്പം നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കൂ, 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആംഗിളിനെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോ ആ ഒരു പോയിന്റിൽ നമുക്ക് പോവാം. നമ്മൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള വെച്ചിട്ട് 3/8 ഭാഗം കാണിക്കാൻ പറഞ്ഞാല് ആദ്യം 3 സെന്റിമീറ്റർ എടുത്തിട്ട് 3 4 എത്ര എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരച്ചു. അത്ര പോരെ കിട്ടി, വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് എടുക്കുന്നത് ഇത് ഒന്നാമത് 3 സെന്റിമീറ്റർ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വരച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ താഴെ 8 ആണല്ലോ കാണുന്നത്. അപ്പോ നിങ്ങൾ 360നെ നിങ്ങൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ താഴെ 8, ഇവിടെ താഴെ 3 ഉണ്ടായോണ്ട് 360നെ 3 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തതുപോലെ 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം. എങ്കിലും ഞാൻ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ 360 എന്ന് പറയുമ്പോൾ നമുക്കതിനാ 320 + 40 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 8 കിട്ടും. 32 8 എത്രയാവും? 4 തവണ. അപ്പൊ 320 എത്രയാവും? 40 ആവും. പ്ലസ് 40 8 എത്ര തവണ? 5. അപ്പൊ അങ്ങനെ നമുക്ക് 45 ഡിഗ്രി കിട്ടും. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണം? 320 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം നമ്മളൊരു ബോക്സ് ഇട്ട് ചെയ്തിട്ടില്ലേ? ഇനി ബോക്സ് ഇട്ടിട്ടല്ല, സാധാരണ ഡിവൈഡ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ 8 എന്ന് എഴുതുക. ശ്രദ്ധിക്കുക, 3 പോവില്ല, 3 ചെറുതാണ്. 32 8 എത്ര? 4 8 32 360 ആണ് അല്ലെ? സോറി, 360 ആണ്. 4 8 32. ബാക്കി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. 0 താഴ്ത്തിയിട്ടാൽ നമുക്ക് 40 എന്ന് കിട്ടും. 40 എത്ര 8 ഉണ്ട്? നമുക്ക് 5. അപ്പൊ ഈ രീതിയിലും നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കുക? 45 ഡിഗ്രി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ് കിട്ടിയത്? 45 ഡിഗ്രി. കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇത് 3/8 ആണല്ലോ. അപ്പോ 8ൽ ഒരു ഭാഗമാണ് 45 ഡിഗ്രി. അതിന്റെ 3 മടങ്ങ് വേണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എത്രയാണ്? ഈ 45 ഡിഗ്രിയെ 3 കൊണ്ട് ഗുണിക്കുന്നു. ഈ 3 കൊണ്ട് ഗുണിക്കാനുള്ള കാരണം ഈ നമ്പർ കൊണ്ട്. അപ്പൊ 300 ഇങ്ങനെയാണ് പ്രോസസ്സ്. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഗുണിച്ചാൽ നമുക്ക് കിട്ടും. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഗുണിച്ചു തരാം. 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 3 15 135 എന്ന് കിട്ടും. അതായത് 135 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടം വരെ ആയാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം നമുക്ക് ആയി കഴിഞ്ഞു. ഇത് വേണ്ട, ഇനി
നൂറ്റി 135 ഡിഗ്രി. ഇനി എങ്ങനെയാണ് ചിത്രം വരക്കലെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇത്ര ഭാഗമാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പൊ ചെയ്യേണ്ടത്, ആദ്യം ഒരു ഇഷ്ടമുള്ള റേഡിയസിൽ ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരക്കുക. 3 സെന്റിമീറ്റർ ആണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പൊ അത് ഓക്കെ, അതിന് വലിയ മാത്സ് കൂടുതൽ അറിയൊന്നും വേണ്ട. വരച്ചതിന് ശേഷം കോമ്പസ് എടുത്തിട്ട് വരച്ചു. രണ്ടാമത്തെ കാര്യം മുതലാണ് ഈ 3/8 നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കുക, സർക്കിൾ മുഴുവൻ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിനെ 8 കൊണ്ട് ഹരിക്കുക. ഇവിടെ താഴെ 8 അല്ലേ ഉള്ളത്, 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 320 + 40 എഴുതുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ 320 + 40 എഴുതേണ്ട കാരണം? 32 8 പോവും. 4 8 32, 4 8 32 അല്ലേ? അതായത് 8 പോകുന്ന നമ്പറിലേക്ക് ഇതിനെ മാറ്റി എഴുതി, അത്രയേ ഉള്ളൂ. 40നും 8 പോവും. അങ്ങനെ 8 പോകുന്നതിലേക്ക് ഇതിനെ മാറ്റിയത് മാത്രമേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ബോക്സ് ടൈപ്പില് നമ്മൾ ഡിവിഷൻ പഠിച്ചിട്ടുണ്ട്, ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എത്ര കിട്ടുക? 45 ഡിഗ്രി. പിന്നെ നോക്കേണ്ടത് എന്താ? ഇവിടെ മുകളിൽ 3 ഉണ്ടല്ലോ, ആ 3ന് 45. എന്താ കാരണം? 3/8 എന്ന് പറഞ്ഞ അർത്ഥം 1/8ഉം 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 ചേർന്നാണ് 3/8. അതായത് 3 1/8 ആണ്. അപ്പൊ 1/8 ആണ് നമ്മൾ കണ്ടുപിടിച്ച 45 ഡിഗ്രി. നമുക്ക് 3/8 ആണ് വേണ്ടത്. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തത്? അതുകൊണ്ടാണ് 3 കൊണ്ട് ഗുണിച്ചത്. ഇതാണ് അതിന്റെ കണക്ക്. ഓക്കെ, ശരി. അപ്പൊ 135 ഡിഗ്രി. ഇനി എങ്ങനെയാണ് വരക്കുക? സിമ്പിൾ. ഇനി പ്രോബ്ലം കഴിഞ്ഞു. ആ വില കിട്ടിക്കഴിഞ്ഞാല് പ്രോബ്ലം കഴിഞ്ഞു. നോക്കൂ, ഇനി നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടർ, ഈ നീല കാണുന്നില്ലേ പ്രൊട്രാക്ടർ, ആ പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു റേഡിയസ് വരക്കുക. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മളൊരു റേഡിയസ് വരക്കണം. 4ാമത്തെ സ്റ്റെപ്പ് വേണം ഞാൻ എഴുതാം. ഡ്രോ റേഡിയസ് വരക്കുക. അതായത് ആരം വരക്കുക. ആരം വരക്കുക. എന്നിട്ട് അതിൽ എത്ര ഡിഗ്രി എടുക്കുക? 135 ഡിഗ്രി എടുക്കുക. അപ്പോ ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ ഈ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 135. ഇവിടെ 90 ഉണ്ട്, കണ്ടില്ലേ? 90 കണ്ടില്ലേ? അപ്പൊ അതിന്റെയും ഇങ്ങോട്ട് വരണം. 0 10 20 30 എന്ന് പറഞ്ഞിട്ട് 135. ശ്രദ്ധിക്കണം, തെറ്റിക്കാൻ സാധ്യതയുണ്ട്. 135 പറയുമ്പോ കുട്ടികളെല്ലാവരും മനസ്സിലാക്കണം, അത് 130നും 140നും ഇടയിലുള്ള വിലയാണ് എടുക്കേണ്ടത്. 135 പറഞ്ഞാൽ 130നും 140നും. അപ്പൊ നമ്മൾ 130 കണ്ടുപിടിക്കണം, 140 കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കണേ, അതിനിടയിലുള്ള വിലയാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കുറച്ച് വലിയ വര കാണാം. 130നും 140നും ഇടയിൽ. അത് അവിടെ ഒരു പോയിന്റ് ഇടുക. എന്നിട്ട് ഇത് മാറ്റുക. മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇങ്ങനെ വരക്കുന്നു, സെന്ററിലേക്ക് വരക്കുന്നു. മക്കളെ, കഴിഞ്ഞു. ഇതാണ് എത്ര ഭാഗം? ഈ ഭാഗമാണ് നമ്മളിപ്പോ പറഞ്ഞ 3/8 ഭാഗം. ഇത് എത്ര ഡിഗ്രി? 135 ഡിഗ്രി. അപ്പൊ അത് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് കളർ കൊടുത്താൽ മതി. അപ്പൊ നമ്മളുടെ ആൻസർ ആയി. ഈ ചെയ്ത അതേ മോഡലാണ് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2/5 പാർട്ടാണ് അല്ലെ, 2/5 പാർട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആദ്യത്തെ സ്റ്റെപ്പ് വൃത്തം വരക്കുക. അപ്പൊ ഒരു സെന്റർ കിട്ടും. ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 സെന്റിമീറ്റർ ഓർ 4 സെന്റിമീറ്റർ. സർക്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പൊ വൃത്തം വരച്ചു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? 360നെ എന്ത് ചെയ്യാ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360നെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എഴുതാം 350ഉം 10ഉം കൂടിയതല്ലേ 360. 350 എത്ര വരും? 35 5 7 70 വരും. പ്ലസ് 10 എത്ര? 5 2. അപ്പൊ നമുക്ക് കിട്ടും 72 ഡിഗ്രി. എത്ര കിട്ടും? 360/5 ആണ് അത് കിട്ടിയത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്?
ഈ 72 ഡിഗ്രിയെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുക. സമന്ത്ര കിട്ടും 144 ഡിഗ്രി കിട്ടും. അപ്പോ കണക്ക് കഴിഞ്ഞു. ഒന്നാമത്തത് വൃത്തം വരക്കല്, അത് ഞാൻ എഴുതുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് വരിക? അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് അതിനെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360 ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പൊ ഉത്തരായി. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി സിമ്പിൾ. ഇനി നമ്മളെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ആദ്യം ഒരു റേഡിയസ് നിങ്ങൾ ഇത് രണ്ടും യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ഇതാ ഇവിടെ വെക്കുക. പ്രൊട്രാക്ടർ കറക്റ്റ് ആയിട്ട് ലൈൻ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. 144 ഡിഗ്രി. 144 എന്ന് പറയുമ്പോൾ ഇവിടെ വരല് 140 കാണുക. എന്നിട്ട് 150 കാണുക. 140നും 150നും ഇടയിലുള്ള 140 കഴിഞ്ഞിട്ട് 4 എണ്ണം ഇപ്പുറം. നോക്ക്, ഇവിടെ നമുക്ക് 140 നിങ്ങൾ പ്രൊട്രാക്ടറിൽ കാണാൻ പറ്റും. ഈ ഭാഗത്ത് 140 ഉണ്ട്, അതിന്റെ താഴെ 150 ഉണ്ട്. അപ്പൊ 140 141 ചെറിയ വര, ചെറിയ വര, ചെറിയ വര, ചെറിയ 4 ചെറിയ, നാലാമത്തെ ചെറിയ വര. അപ്പൊ അവിടെ ഒരു ഡോട്ട് ഇടുക, ഒരു ഡോട്ട് ഇടുക. അപ്പൊ 144 ഡിഗ്രി ആയത്. ആ 144 ഡിഗ്രിയെ ആ പോയിന്റ് ഇട്ട് കഴിഞ്ഞ ആ ഭാഗവും സ്കെയിലും വെച്ചിട്ട് നമ്മൾ യോജിപ്പിച്ചാല് നമുക്ക് എന്തായി? 2/5 പാർട്ടായി. അപ്പൊ 144 ഡിഗ്രി. ഇതിപ്പോ നമുക്ക് കിട്ടിയത് 144 ഡിഗ്രിയാണ്. അപ്പൊ ഇത് ഈ ഷെയ്ഡ് ചെയ്താല് എന്തായി? നമുക്ക് ആവശ്യമുള്ള കണക്കിന്റെ ഉത്തരായി, ഫുൾ മാർക്കായി. അപ്പൊ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്താൽ കുട്ടികളും ശരിക്കും പഠിക്കണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതി പഠിക്കണം. 7 5 35, 6 5 പോയാൽ 1, 10 5 2 5 10. ഓക്കെ, ഈ രീതിയും പഠിക്കണം. അപ്പൊ 72 ഡിഗ്രി കിട്ടും. നേരത്തെ കിട്ടിയ തന്നെ കിട്ടും. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 4/9. നമ്മള് ഒരു സെന്റർ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സർക്കിൾ വരച്ചു. പിന്നെ എന്ത് ചെയ്യുന്നു? ഇത് സിമ്പിൾ ആണ്. 360. ആദ്യത്തെ സ്റ്റെപ്പ് എത്രയാണ്? 360നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 36 എത്ര 9 ഉണ്ട് അറിയാം? 4 4 9 36 അല്ലേ? അപ്പൊ നമുക്ക് ഉത്തരം 40 തന്നെ കിട്ടും. 40 തന്നെ ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ 36 9 4 തവണ പോയി. ഓക്കെ, കുട്ടികൾ ശ്രദ്ധിക്കണേ. 360/9 എന്ന് പറഞ്ഞാല് 360 ഹരിക്കണം 9നെയാണ് 360/9 എന്ന് എഴുതുന്നത്. 36 9 എത്ര? 4 9 36 ആണ്. 4 9 36 ആണ്. അപ്പൊ 4 വരും. ഇതിലൊരു 0 ഉണ്ടായത് 40 വരും. ഓക്കെ, അപ്പൊ ആ കൃത്യം ഓർമ്മിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ 40നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനെ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. ശ്രദ്ധിക്കണേ, ഗുണിക്കുന്നു. അപ്പൊ 40നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 160 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യുക? സ്കെയില് വെക്കുക. സ്കെയില് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. സ്കെയില് വെച്ച് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഏതെടുക്കും? പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ വെക്കുക. ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. കറക്റ്റ് മനസ്സിലാക്കണേ. എത്ര ഡിഗ്രി? 160 ഡിഗ്രി. 160 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 160 ഇങ്ങനെതാ, ഇങ്ങനെ 0 10 20 30 ഇങ്ങനെ വരും. 160 അല്ലാണ്ട് ഈ ഭാഗത്തെ 160 എടുത്തേക്കല്ലേ, ഇത് 160 എടുത്തേക്കല്ല. ഓക്കെ, അപ്പൊ അത് ചെറിയ ആംഗിൾ ആവുക. 160 പറഞ്ഞാൽ വലിയ ആംഗിളാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇവിടെ 160 ഉണ്ട്. ഇവിടെ അവിടെ ഒരു കുത്തിടുക. ഓക്കെ, 160 തെറ്റിക്കരുത്, തെറ്റിക്കരുത്. 160 ഇടുക. അങ്ങനെ 160 ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇത് എത്ര ഭാഗം വരും? നമ്മളുടെ പ്രോബ്ലത്തിലത്തെ 4/9 ഭാഗം. ഇത് 4/9 ഭാഗമാണ്. എത്ര ഡിഗ്രി ഇപ്പം കിട്ടിയത്? 160 ഡിഗ്രി വേണമെങ്കിൽ. എന്നിട്ട് നിങ്ങൾ എന്താ കളറ് കൊടുക്കുന്നത്? ആ കളറ് കൊടുത്താൽ മതി. ഇതും നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. ഞാൻ ആംഗിൾ കണ്ടുപിടിച്ചു തരാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിൽ സർക്കിൾ വരച്ചു. ഇത് നേരത്തെ പറഞ്ഞ മാതിരി ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? 360നെ 12 കൊണ്ട് ഹരിക്കുകയാണ്. ഇത് എളുപ്പത്തിൽ കിട്ടും. 3 36നെ 12 3 ഓക്കെ, അപ്പൊ 30 കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? 30നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 5 കൊണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 150 ഡിഗ്രി. ഇത് നിങ്ങൾ ഇതിൽ വരച്ചിട്ട്
പഠിക്കുക. ഓക്കെ ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, ചിത്രം വരക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്താണ് ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്? നമുക്ക് എഴുതാം. 360നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 24 കൊണ്ട് ഹരിക്കുക. 360നെ 24 കൊണ്ട് ഹരിച്ചാല് നമുക്ക് എങ്ങനെ എഴുതാം? 360നെ 240ഉം പിന്നെ 120ഉം ആക്കിയിട്ട് എഴുതാം. പിന്നെ ബൈ 24 എന്ന് എഴുതാം. അപ്പൊ 240ൽ 24 എത്ര തവണ പോകും? 10 തവണ പോകും. 10 24 അല്ലേ? അപ്പൊ 240ന്റെ പകുതിയല്ലേ 120. അപ്പൊ 120 എത്ര 24 വരും? 5. അപ്പൊ ടോട്ടല് 15 ഡിഗ്രി വരും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഹരിച്ചത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 15 ഡിഗ്രിയെ 5 കൊണ്ട് ഗുണിക്കണം. മേലെ 5 ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 75 ഡിഗ്രി. അപ്പൊ ചിത്രം വരക്കുന്നു, സർക്കിൾ എടുത്തിട്ട് ചിത്രം വരക്കുന്നു, റേഡിയസ് വരക്കുന്നു. അതിനുശേഷം 75 ഡിഗ്രി, 70നും 80നും ഇടയിലുള്ള വര കണ്ടുപിടിക്കുന്നു. ഇനി 360നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കുട്ടികൾക്ക് വിഷമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 360/24. ആദ്യം 2 കൊണ്ട് 2നും ചുരുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 180. ഇതിന്റെ പകുതി വരും. ഇതിന്റെ പകുതി എത്ര വരും? 12 വരും. 180ന്റെ പകുതി കാണോ? 90 വരും. 6 വരും. ഓക്കെ, വീണ്ടും പകുതി കാണോ? 45 വരും. 3 വരും. 45ഉം 3ഉം ലാസ്റ്റിൽ വരും. അങ്ങനെയും നിങ്ങൾക്ക് അതിന്റെ ആൻസർ ചുരുക്കി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. 360 ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിക്കണം. 360 ഡിഗ്രി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പ്രോബ്ലത്തിലെല്ലാം ഓർമ്മിക്കേണ്ടതാണ്. ഓക്കെ, ഇത് രണ്ടെണ്ണം നിങ്ങൾ വരച്ചിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി പേജ് നമ്പർ 18 മൂന്നാമത്തെ പ്രോബ്ലം ആണ്. അത് 4 ഇപ്പൊ 2 ചിത്രം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരക്കലാണ് ചോദ്യം. അതുപോലെ ചിത്രങ്ങൾ വരക്കണം. ഇങ്ങനെയുള്ളത് എങ്ങനെ വരക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന് എത്ര സൈഡ് ഉണ്ട് നോക്കാം. 1 2 3 4 5 സൈഡ് ഉണ്ട്. അപ്പൊ 5 സൈഡുള്ള 5 വശമുള്ള ഒന്ന് വരക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു വട്ടം വരക്കണം. ആ വട്ടം എന്ന് പറയുന്ന വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഡിഗ്രി ആയിട്ടുള്ള ഇത് 360 ഡിഗ്രിയാണ്. ആ 360 നമ്മൾ എത്ര സൈഡാ ഉള്ളത്? 5 വശം. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഓരോന്നിന്റെ ആംഗിൾ നമുക്ക് കിട്ടും. 360നെ 5 കൊണ്ട് ഹരിച്ചാൽ 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. നോക്കൂ, 360 ഹരിക്കണം 5 എന്ന് പറഞ്ഞാല് 360നെ എങ്ങനെ എഴുതാം? നമുക്ക് 350 കൂട്ടണം 10 ഹരിക്കണം 5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടും 350 ഹരിക്കണം 5. നമ്മൾ 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഇത്. പ്ലസ് 10 ഹരിക്കണം 2നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 350നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 35ൽ 5 7 ആണ്. അപ്പൊ 70യുടെ 0 ഉണ്ടായതുകൊണ്ട് 10നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2 കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇത് ഇങ്ങനെയും ചെയ്യാം. പിന്നെ എങ്ങനെ എഴുതാം? 360 ഹരിക്കണം 5നെ ഡിവൈഡഡ് ബൈ 5നെ ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് 350 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 5 കിട്ടും. അപ്പൊ 350നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഉത്തരം അത് 70 കിട്ടും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 70 2ഉം കൂട്ടിയാൽ 72. ഇനി ഇങ്ങനെയും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കും. 60നെ 5 കൊണ്ട് വെച്ച് നമുക്ക് എത്ര കിട്ടി? ഇപ്പൊ ഉത്തരം 72. 70ഉം 2ഉം കിട്ടി. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിള് വൃത്തം വരക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വരക്കുന്ന രീതിയാണ് ഒന്നാമത്തെ രീതി. നമ്മൾ ഒരു സർക്കിള് വൃത്തം വരക്കും. ആ വൃത്തം വരക്കുന്നതിന് റേഡിയസ് ഒന്നും അവർ തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ എന്ത് ചെയ്യാം? റേഡിയസ് എടുത്തിട്ട് വരക്കാം. ഇനി 5 സെന്റിമീറ്റർ എടുത്താലും തെറ്റൊന്നുമില്ല. ഓക്കെ, വലിയ ചിത്രമായിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കോമ്പസ് എടുക്കുന്നു. വളരെ എളുപ്പത്തിൽ പറയാം, കോമ്പസ് എടുക്കുന്നു. ഇനി 3 സെന്റിമീറ്റർ എടുക്കുന്നെങ്കിൽ കോമ്പസിൽ 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ എടുക്കാം. നമുക്ക് 4 സെന്റിമീറ്റർ എടുക്കാം, കുറച്ച് വലുതായിക്കോട്ടെ. 4 സെന്റിമീറ്റർ റേഡിയസ് ആരം ഉള്ള സർക്കിള് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് നമ്മൾ വരക്കാൻ പോയതാ. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വൃത്തം വരക്കുക. അങ്ങനെ വരക്കുന്ന ഒരു വൃത്തമാണ് എന്ത് വിചാരിക്കുക? ഇത് എന്ന് കരുതുക. ഓക്കെ, അതായത് ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വരക്കുമല്ലോ.
ആ വരച്ച് കിട്ടിയ നമുക്ക് ഇതാന്ന് കരുതുക. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ സെന്ററും ഈ വൃത്തവും തമ്മിൽ എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിക്കുക. ഓക്കെ, സ്കെയിൽ വെച്ചിട്ട് നേരെ യോജിപ്പിക്കുക. അതിനുശേഷം 72 ഡിഗ്രിയാണ് നമ്മളിനി വരുന്നത്. അതിലെടുക്കാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക. ഈ നീല കാണുന്നില്ലേ, ബ്ലൂ കളർ, അത് അതിന്റെ സെന്റർ, പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇവിടെ വെക്കുക. പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 72 എന്ന് പറയുമ്പോൾ നോക്കുക, ഈ ഭാഗത്തല്ലേ വരയുള്ളത്. 0, 10, 20, 30, 40, 50, 60, 70, 80 ഇടയിൽ തന്നെ കണ്ടതിന് ശേഷം മാത്രമേ 72 എടുക്കാൻ പാടുള്ളൂ. 70, 80 നോക്കിയിട്ട് മാത്രമേ 72 എടുക്കാൻ പാടുള്ളൂ. 70ക്ക് ലെഫ്റ്റിലുള്ള വില. അപ്പൊ എത്ര, അത് അവിടുന്ന് 2 ചെറിയ വരയും കൂടെ എടുക്കുക. 70ഉം 2 ചെറിയ ലൈനും കൂട്ടി 72 ആവും. അത് സെന്ററുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഏത്, ആ പോയിന്റ് സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇത് കിട്ടി. ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയത് 72 ഡിഗ്രി ആണ്. ഈ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ 72 എഴുതുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എത്ര സൈഡ് ഉണ്ട്, 5 സൈഡ് വേണം. ഓക്കെ, 5 സൈഡ് ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദൂരം നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. ഏത് ദൂരം ഓർക്കുന്നില്ലേ, ഇവിടുന്ന് ഇവിടത്തേക്കില്ല. വരച്ച് പഠിക്കണേ, നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഒന്ന് ഇവിടെ ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, ഞാൻ ഇത് വെച്ചിട്ടൊന്ന് വരക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എടുത്തു. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാ, ഒരു വര ഇവിടെ വരച്ചു. പിന്നെ ഇതാ ഇവിടെ കുത്തിയിട്ട് വീണ്ടും ഇവിടെ ഒരു വര വരച്ചു. പിന്നെ ഇവിടെ കുത്തിയിട്ടും വരക്കാം, താഴോട്ടി ഒരു വര ഇവിടെയും വരച്ചു. ആയില്ലേ? പിന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് വരച്ചാൽ അതിന്റെ മേൽ തന്നെ വരും. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, അതൊരു ജോയിൻ ചെയ്താൽ മതി. സ്കെയിൽ വെച്ചിട്ട് അവരെ നമുക്ക് ജോയിൻ ചെയ്യാം. വേണമെങ്കിൽ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ ചിത്രം വരയ്ക്കല്ലേ വേണ്ട, ഇതേ മാതിരിയുള്ള ചിത്രം വരക്കേണ്ടത്. ഓക്കെ, അവിടെ ആംഗിൾ ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ ഇത് ഓരോന്നും വരച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മായ്ക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഈ പോയിന്റും ജോയിൻ ചെയ്യാം. ഓക്കെ, പോയിന്റും ജോയിൻ ചെയ്യാം. പിന്നെ അടുത്തത് ഇത് രണ്ടും ജോയിൻ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ നേരത്തെ പഠിച്ച മാതിരി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും ജോയിൻ ചെയ്യാം, ഇതും ജോയിൻ ചെയ്യാം. ഇങ്ങനെ വരക്കുമ്പോൾ സമയം കുറച്ച് പോകും, അതാണ്. ഇങ്ങനെ ഇതെല്ലാം നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫിഗർ കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. വേണമെങ്കിൽ നമുക്ക് മായ്ച്ചു കളയാം, അല്ലെങ്കിൽ അവസാനം മായ്ച്ചിട്ട് കളയാം. ഓക്കെ, കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇപ്പോഴെ തന്നെ മായ്ച്ചു കളയാം. വരക്കേണ്ട രീതി മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെ ഇപ്പോഴെ തന്നെ ഞാൻ മായ്ച്ചു കളഞ്ഞു. അങ്ങനെ ഒരു വര നമ്മുടെ ചിത്രത്തിൽ ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ സെന്റർ ഉണ്ട്, സെന്റർ അവിടെ ഉണ്ട്, ആയിക്കോട്ടെ. ഇനി എന്താ വരക്കേണ്ടത് നോക്കിയാൽ മതി. നോക്കൂ കുട്ടികളെ, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വരയുണ്ട്. ഏതെല്ലാം, ഇതും അതായത് ഇതിനെ വിട്ടിട്ട് ഇത് വരുമ്പോ ഇവിടുന്ന് ഇതിനെ വിട്ടിട്ട് അടുത്ത പോയിന്റിലേക്ക് ഇങ്ങനെയുള്ള ഒന്നാമത്തെയും മൂന്നാമത്തെ, അങ്ങനെ വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇതിനെ ഒന്നാമത്തെ പോയിന്റ് 2, 3 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട, എഴുതിയൊന്നും വേണ്ട. ഇതാ, അപ്പൊ 1ഉം 3ഉം തമ്മിൽ ഞാൻ യോജിപ്പിച്ചു. നോക്ക്, 1ഉം 3ഉം യോജിപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതാണ്. 1, 3, 3ഉം 5ഉം യോജിപ്പിച്ചു. ഇതാ 3ഉം 5ഉം, ഈ മൂല്യം ഈ മൂല്യം. അടുത്തത് ഏതെല്ലാം യോജിപ്പിച്ചു, 2ഉം 5ഉം. ഇതല്ലേ 2, ഇത് 5, 2ഉം 5ഉം യോജിപ്പിച്ചു. ഓക്കെ, പിന്നെ 2ഉം 5ഉം കഴിച്ച ശേഷം 2ഉം 4ഉം യോജിപ്പിച്ചു. 2ഉം 4ഉം യോജിപ്പിച്ചു. നോക്ക്, ഇനി ഏതെല്ലാം ബാക്കിയുണ്ട്, 1ഉം 4ഉം. അത് ചിത്രം നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 1ഉം 4ഉം യോജിപ്പിച്ചു. ഇങ്ങനെ കിട്ടി. ഇനി പെയിന്റ് ചെയ്യേ വേണ്ടു. ആ ചിത്രത്തിൽ പറഞ്ഞ ചിത്രം അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ ഒറിജിനൽ ചിത്രം, അതിനനുസരിച്ചിട്ട് പെയിന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എല്ലാം ഒരേ നിറം കൊടുക്കുക. ഈ ഇടക്കിടക്കുള്ള ഭാഗത്ത് ഈ ഭാഗം അത് ചിത്രം നോക്കിയിട്ട് തന്നെ കൊടുത്താൽ മതി. ഈ നടുക്കുള്ള ഭാഗം എന്ത് ചെയ്യുക, വേറൊരു കളറിൽ ഷെയ്ഡ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഈ ചിത്രമായി. സംഭവം സിമ്പിൾ ആയല്ലോ. ഐഡിയ മനസ്സിലായില്ലേ? ഇവിടെ ഒരു കളറിൽ ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഇവിടെയും എല്ലാം വരുന്നത് ഒരേ കളറ് കൊടുക്കുക. ഓക്കെ, ഇത് നല്ല ക്ലിയർ ആയിട്ട് വരച്ച കുട്ടികൾ കമന്റ് ബോക്സിൽ
അത് സക്സസ് ആയി എന്ന് ശരിക്കും വരച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ഈ ചിത്രം ക്ലിയർ ആയി കഴിഞ്ഞാൽ 5 സൈഡ് ഉണ്ട്, ഓർമ്മിക്കണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പൊ 360 5 കൊണ്ട് ഹരിക്കാൻ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇവിടെ നോക്ക്, നിങ്ങൾ 5 സൈഡ് തന്നിട്ടില്ല, പക്ഷെ 5 മൊന തന്നിട്ടുണ്ട്. 1 2 3 4 5 മൊന. നോക്ക്, നേരത്തെ പറഞ്ഞ മാതിരി 1 2 3. ശ്രദ്ധിക്കണേ, ചിത്രം വരയ്ക്കാൻ ഫുൾ മാർക്ക് 5 മാർക്കോ അതിലധികം ഉണ്ടാവും ഇങ്ങനത്തെ ചോദ്യം വരുമ്പോ. അപ്പൊ നോക്ക്, 1 2 3 4 5 ഞാൻ കൊടുത്തു, നമ്മൾക്ക് വേണ്ടി കൊടുത്താണ് കേട്ടോ. അപ്പൊ 5 സൈഡ് ഉണ്ടായത് കൊണ്ട്, അപ്പൊ ഇങ്ങനെ യോജിപ്പിച്ച 5 സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ചിത്രം തുടങ്ങേണ്ടത് എങ്ങനെയാ? ഈ വരച്ചതുപോലെ ചിത്രം ചെയ്യുക. അപ്പൊ ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കണം മക്കളെ, ഇതിന്റെ പുറത്തത്തെ ഭാഗം വേണ്ടല്ലോ, അതും മായ്ച്ചല്ലോ കേട്ടോ. നേരത്തെ വരച്ചതില് ഇത് വേണ്ടല്ലോ, അത് മറന്നുപോയി. അത് വേണ്ടല്ലോ, ഇത് മാതിരിയല്ലേ ഇത് വേണ്ടത്. ഓക്കെ, കറക്റ്റ്. അപ്പൊ എന്ത് ചെയ്തു? ഇതേമാതിരി 5 സൈഡുള്ള സാധനം ഇവിടെയും വരക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നേരത്തെ വരച്ചതുപോലെ ഇവിടെയും ചെയ്യണം. അപ്പൊ നമുക്ക് അതേമാതിരി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ്? ആദ്യം ഒരു സർക്കിൾ വരച്ചു. ഞാൻ ഇങ്ങനെ റഫായിട്ട് വരക്കുന്നേ. ഓക്കെ, ഇങ്ങനെ കോമ്പസ് കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വൃത്തം വരച്ചു. സർക്കിൾ കുത്തിയിട്ടാ വരക്കണ്ടേ? ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്ററിൽ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? 5 സൈഡ് അല്ലേ ഉള്ളത്. 5 സൈഡ് ഉണ്ടായതുകൊണ്ട് ഇതേമാതിരി അവിടെ എഴുതുക. എത്ര? 360 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 5 കൊണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടീനി? 72 ഡിഗ്രി കിട്ടീനി. 72 ഡിഗ്രി കിട്ടിയോണ്ട് ഈ സെന്ററും ഈ വൃത്തവും തമ്മിൽ സ്കെയില് വെച്ചിട്ട്, ഇനി സ്കെയില് വെച്ചിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ കൈ കൊണ്ട് നിങ്ങൾ വരച്ചേക്കണ്ടേ. ഓക്കെ, സ്കെയില് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യാം. കറക്റ്റ്. ഇനി പിന്നെന്ത് ചെയ്യാം? നമ്മള് എത്ര ഡിഗ്രിയാണ്? 72. കിട്ടിയ വഴി ഇവിടെ ഉണ്ട് കേട്ടോ. ഈ രീതി തന്നെയാണ് ഇതും വരുന്നത്. ഒരേ സ്ക്രീനിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് വേറെ ഡിവൈഡ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, 72 വരച്ചു. ഇനി എന്ത് ചെയ്യുക? ആ 72 ഡിഗ്രി എടുക്കുന്ന ഉപകരണം പ്രൊട്രാക്ടർ. ഇത് നിങ്ങളെ ബോക്സിലത്തെ പ്രൊട്രാക്ടർ ആണ്. അപ്പൊ എത്ര? 72 എടുക്കുക. നേരത്തെ പറഞ്ഞ അതേമാതിരി ഇവിടെ വെച്ചു. 70-നും 80-നും ഇടയിലുള്ള സ്ഥലം കണ്ടുപിടിക്കുക. 70-നും 80-നും ഇടയിലുള്ള സ്ഥലം. അപ്പൊ അവിടെ 72 എടുക്കുക, ഡോട്ട് ഇടുക. ഓക്കെ, ഡോട്ട് ഇട്ടു. അത് രണ്ടും യോജിപ്പിക്കുക. ഓക്കെ, ഇത് രണ്ടും ജോയിൻ ചെയ്യുക. എന്തിനായി യോജിപ്പിക്കുന്നത്? നമുക്ക് ഈ കഷ്ണത്തിന്റെ നീളം കിട്ടാൻ, ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ആർക്കിന്റെ അതിലേക്കൂടിയുള്ള അളവ് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പൊ കോമ്പസില് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എടുക്കുക. ആ ദൂരം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസ് വെച്ച് സ്കെയിൽ പെൻസിൽ വെക്കുമല്ലോ, ഇങ്ങനെ ഈ ദൂരം പെൻസിൽ കൊണ്ട് കറക്റ്റ് ആയിട്ട് അളന്നിട്ട് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാ? ഇവിടെ കുത്തിയിട്ട് ഒന്ന് ഇവിടെ. ഓക്കെ, അതുമാതിരി ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഞാൻ ഏകദേശം വരക്കുന്നതാണ്. പിന്നെ ഇവിടെയും കുത്തിയിട്ട് എന്ത് ചെയ്യാ? ഇവിടെ കുത്തിയിട്ട് ഇവിടെയും അതേമാതിരി വരക്കുക. അപ്പൊ എത്ര സ്ഥലമായി? നോക്കുക, ഒന്ന് ഇവിടെയായി, ഒന്ന് ഇവിടെ, 2 3 4 5 സ്ഥലമായി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് ആ ചിത്രത്തിൽ പറഞ്ഞ മാതിരി നോക്കുക. എന്താണ്? നമുക്ക് ഫുൾ വൃത്തം വരക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയൊന്നും ജോയിൻ ചെയ്യേണ്ടതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. വൃത്തം കിട്ടി. വൃത്തം ഇവിടെയുണ്ട്, സർക്കിൾ ഇവിടെയുണ്ട്, അത് വേണം. പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ ചിത്രങ്ങളാണ് വേണ്ടത്. നോക്കൂ കുട്ടികളെ, ഇത് വേണ്ടല്ലോ, വേണ്ട. അപ്പൊ ഇത് ഞാൻ വായിക്കുന്നേ. ഓക്കെ, ഇത് വായിച്ച 72 ഡിഗ്രി അത് ഓർമ്മയുണ്ടല്ലോ. 72 ഡിഗ്രി ഇത് ഇമ്പോർട്ടന്റ് ആണ്, എത്ര ഡിഗ്രി എടുത്തിട്ട് വരക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ചെയ്യുന്നത് എന്താ നോക്കിക്കോ കുട്ടികളെ. നോക്ക്, ഈ നേരത്തെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടില്ലേ ഇവിടെ, ഈ വരച്ച വര, അതേ വര തന്നെ ഇവിടെ കാണുന്ന കണ്ടോ നിങ്ങള്? ഈട് ഇല്ലാന്ന് മാത്രല്ലേ ഉള്ളൂ. ഇത് നീട്ടി വരച്ചാല് ഇതേപോലെ ആവൂലേ? ഇതേപോലെ ആയിട്ട് ഇത് നമുക്ക് കളഞ്ഞാ മതിയില്ലേ? കളഞ്ഞാ മതി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? നമ്മള് ഇത് നീട്ടി വരക്കുക, ഇത് നീട്ടി വരക്കുക, ഇത് നീട്ടി വരക്കുക, ഇത് നീട്ടി, ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ നീട്ടി വരക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഇത് ഓരോന്നും നീട്ടി നീട്ടി വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നോക്കുക, ഇങ്ങനെ കിട്ടി, പിന്നെ ഇത് വരച്ചപ്പോ ഇങ്ങനെ കിട്ടി, പിന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി. ശ്രദ്ധിക്കണേ, മനോഹരമായ ചിത്രം, നല്ല രീതിയിൽ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ പാരൻസിനെയൊക്കെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ പുതിയ ടെക്സ്റ്റില്
വന്നിട്ടുള്ള ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്, സ്കൂളിൽ ഇത് പഠിപ്പിക്കണത്ര എന്നെല്ലാം പറയും. അപ്പൊ ഈ രൂപം കിട്ടും. നേരത്തെ ഇതേമാതിരി ഫിഗർ ഇവിടെയും കിട്ടും. ഇനി പിന്നെ നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെ എഴുതുന്നത് ഇതാ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര, ഇവിടുന്ന് ഈ നക്ഷത്രം എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക, ഇതും ഇതും തമ്മില്, ഇതും ഇതും. ഈ ചിത്രം നോക്കിയിട്ട് ഇവിടെ വരച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏതെല്ലാം വരക്കാൻ നോക്കിയാൽ ഇതാ, ഇതിനെ ഞാൻ 1 എന്ന് എടുക്കുക, ഇതിനെ ഈ മൂലേന, ഈ കോർണറിന, നക്ഷത്രത്തിന്റെ സ്റ്റാറിന്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെ 3 എന്ന് എടുക്കുക, ഇതിനെ 4 എന്ന് എടുക്കുക, ഇതിനെ 5 എന്ന് എടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ ഏതെല്ലാം 1ഉം 3ഉം 1ഉം 4ഉം. നോക്ക്, ഇതിനെ ഞാൻ 1 വിളിക്ക, നിങ്ങൾക്കറിയാൻ. ഓക്കെ, രണ്ടാമത്തത് ഇവിടെയാണ് വരിക 2, പിന്നെ ഇവിടെ 3 വരും, ഇവിടെ 4 വരും, ഇവിടെ 5 വരും. ചിത്രം നോക്കി ചെയ്താൽ മതിയാ. 1ഉം 3ഉം കണ്ട, 1ഉം 3ഉം ഇങ്ങനെ വരച്ചാൽ മതി. അപ്പൊ 1ഉം 3ഉം കൂടെ കറക്റ്റ് നോക്കി വരക്കുക. ഈ 1 എഴുതാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ചിത്രം നോക്കി വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചു. പിന്നെ 1ഉം 4ഉം വരക്കണം. ഓക്കെ, പിന്നെ 2ഉം 4ഉം വരക്കണം. നോക്കിയാൽ 2ഉം 4ഉം 2ഉം 5ഉം ഉണ്ട്. രണ്ടാമത്തെ മൂലയും നാലാമത്തെ മൂലയും, രണ്ടാമത്തെ മൂലയും അഞ്ചാമത്തെ മൂലയും ഉണ്ട്. ഓക്കെ, വരച്ചു. ഇനി ഇതും കൂടെ ഇവിടെ വരച്ച എന്തായി, ഒരു സ്റ്റാറായി. ഇതിനകത്തൊരു സ്റ്റാറായി. നോക്ക്, സ്റ്റാറായി. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്താൽ മതി, ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മതി, മായ്ച്ചു കളഞ്ഞാൽ മതി. അപ്പൊ ഈ ഭാഗം നമുക്ക് വേണ്ട, ഈ ഭാഗം നമുക്ക് വേണ്ട. നോക്ക്, ഈ ഭാഗം നമ്മൾക്ക് വേണ്ട, ഈ ഭാഗം നമുക്ക് റബ്ബർ കൊണ്ട് മായ്ക്കുക. ഓക്കെ, ഇത് ഇറാസ് ചെയ്ത് മായ്ച്ചു കളയുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫിഗർ കിട്ടും. നോക്ക്, ഇങ്ങനെയുള്ള ഫിഗർ. പിന്നെ ഇത് പെയിന്റ് ചെയ്യലേ വേണ്ട. ഇത് പെയിന്റ് ചെയ്യുമ്പം ഈ ഇടക്കുള്ള വര ഉണ്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വര മായ്ച്ചോ. അത് എന്ത് ചെയ്യുക, ഉള്ളിൽ ഈ സ്റ്റാറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് ചിത്രത്തില് നിങ്ങൾക്ക് അവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഈ 1, 2, 3, 4 എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എഴുതിയാണ്. അത് നമ്മൾ മായ്ച്ചു കളയുക പിന്നീട്. ഓക്കെ, അവിടെ 1, 2, 3, 4 ഒന്നും വേണ്ടല്ലോ. അതെങ്ങനെയാണ് വരക്കുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രം നമ്മൾ എളുപ്പത്തിന് ഇട്ടതാണ്. അതെല്ലാം മായ്ച്ചു കളയുക, ഇതെല്ലാം പുറത്തേതെല്ലാം മായ്ച്ചു കളയുക. അപ്പോൾ നമുക്ക് വരക്കാൻ പറഞ്ഞതുപോലെയുള്ള ചിത്രം മനോഹരമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എൻ്റെ ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് എങ്കിൽ ഇത് വരച്ചിട്ട് നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ വരക്കേണ്ടത് ഈ 2 ചിത്രങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ചിത്രം ആദ്യം നമുക്ക് വരക്കാൻ നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ ചിത്രം വരക്കണമെങ്കിൽ ആദ്യം ഇതിന് എത്ര സൈഡിൽ നോക്കാം, എത്ര സൈഡ്സിൽ നിന്ന് ആദ്യം കണ്ടുപിടിക്കുക, എത്ര വശങ്ങൾ ഉള്ളതാണ് ഇത്. അപ്പൊ ഇവിടെ വശങ്ങൾ തന്നെ തന്നിട്ടുണ്ട്, സൈഡ് തന്നെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മൊനയുണ്ടാവും, കോർണേഴ്സ് ഉണ്ടാവും, അത് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സൈഡ് വരും. നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8 സൈഡ് ഉണ്ട്. 8 സൈഡ് ഉണ്ട് ഇതിന്. അപ്പോ എത്ര ഡിഗ്രിയിൽ നമ്മൾ സർക്കിൾ വരച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര ഡിഗ്രി വരുന്നത് അറിയണം. അപ്പൊ 360നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 8 കൊണ്ട്. ഈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാരണം എല്ലാ കുട്ടികളും മനസ്സിലാക്കണേ, 8 സൈഡ് ഇതിനുണ്ടായത് കൊണ്ട്. 8 സൈഡ് അല്ലെങ്കിൽ 8 മൂല, കോർണർ ഒക്കെ, വെർട്ടെക്സ് ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒന്നിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യുക, 320 + 40 എന്ന് എഴുതാലോ. 320 40 കൂട്ടിയല്ലേ 360. അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എളുപ്പ വഴിയാണ്. 32ൽ 8 എത്ര പോകും, 4. അപ്പൊ 40 കിട്ടി. 40ൽ 8 എത്ര ഇട്ടുണ്ട്, 5 8 അല്ലേ, 5 8 അല്ലേ, അപ്പൊ 5. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ 45 ഡിഗ്രി കിട്ടി. ഇങ്ങനെ കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യാ, 360നെ എത്ര കൊണ്ട്, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിക്കുക. അപ്പൊ 36ൽ 4 8 32, ബാക്കി 4, 40ൽ 5 8 40. ഓക്കെ, ഈ രീതി അറിയില്ലെങ്കിൽ ബോക്സ് വരച്ചിട്ട് കണ്ടുപിടിക്കുക. എങ്ങനെയായാലും ഒരു രീതി കൃത്യമായി, ഈ രീതി പഠിക്കുന്നതായിരിക്കും നല്ലത്, വേഗത്തിൽ കിട്ടുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, ഇത് അറിയുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം 360 ആണ്. 32ൽ 8 പോവും, 40ലും പോകുന്നുണ്ട്, അതുകൊണ്ടാണ് 320 40 എഴുതിയത്. ഓക്കെ, അപ്പൊ 45. നമുക്ക് സിമ്പിൾ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം എന്ത് ചെയ്യാം, ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് നമ്മളെ ഇങ്ങനെ ഒരു വൃത്തം വരക്കുക. ആ വൃത്തത്തിനെ ഞാനൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു.
ഓക്കെ, ഇത് ഞാൻ കോമ്പസ് വെച്ച് വരച്ച വൃത്തായിട്ട് നോക്കണം. ഇനി അതിനുശേഷത്തേക്ക് 45 ഡിഗ്രി വരക്കണല്ലോ. അപ്പൊ എന്ത് വേണം? നമ്മള് സെന്ററും വൃത്തവും തമ്മിൽ സ്കെയില് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് ഒരുപാട് പ്രോബ്ലം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പം ഡയറക്റ്റ് ജോയിൻ ചെയ്തത് കേട്ടോ. ഓക്കെ, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ ജോയിൻ ചെയ്യണം. പിന്നെ 45 ഡിഗ്രി നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് അതിൽ 45 ഡിഗ്രി എടുക്കുക. ശ്രദ്ധിക്കണം, 40നും 45 എന്ന് പറയുമ്പോൾ 40ക്കും 50 കണ്ടതിന് ശേഷം 45 മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. 40ഉം 50ഉം നോക്കിയിട്ട് അതിനിടയിലുള്ളത് 45 അതാണ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ജോയിൻ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, ഈ പോയിന്റ് നമുക്ക് കിട്ടിയാൽ മതി. ഇനി എന്ത് ചെയ്യാ? എത്ര കഷ്ണ വേണ്ട? എത്ര സൈഡ് ഉണ്ട്? 8 സൈഡ് ഉണ്ട്. ആ 8 സൈഡ് ഉണ്ടായതുകൊണ്ട് നമ്മള് കോമ്പസിൽ ഈ അളവിനെ എടുക്കുക. ഈ അളവിനെ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഈ ദൂരം എടുക്കുക. ഈ ദൂരം എടുത്തിട്ട് അതിനെ നമ്മൾ 8 കഷ്ണാക്കിയിട്ട് മാറ്റുക. ഇതിനെ 8 കഷ്ണാക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിക്കോ, ഇവിടെ ഒരു കഷ്ണം എടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത കഷ്ണം ഇവിടെ ഒരു കഷ്ണം എടുക്കുക. ഓക്കെ, 1 2 3. ഓക്കെ, ഇതൊന്ന് ഇവിടെ എടുക്കുക, ഒന്ന് ഇവിടെ എടുക്കുക. ഓക്കെ, 1 2 3. പിന്നെ ഒന്ന് ഇപ്പുറം എടുക്കുക, 4. പിന്നെ ഒന്ന് ഇവിടെ എടുക്കുക, 5. പിന്നെ ഒന്ന് ഇവിടെ എടുക്കുക, 6. പിന്നെ ഒന്ന് ഇവിടെ എടുക്കുക, 7 8. അങ്ങനെ 8 കഷ്ണം ഈ കോമ്പസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. 8 കഷ്ണമായിട്ട് എടുക്കുക. ഇനി എന്ത് ചെയ്യാം? ഇത് തമ്മിൽ ഇനി എളുപ്പമാണ്. നോക്കിയോ, ചിത്രം നോക്കുക. ചിത്രം നോക്കിയിട്ട് എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മേലെ ഇത് രണ്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത് രണ്ടും മേലെ ഇങ്ങനെ വരക്കുക. ഓക്കെ, ഇത് രണ്ടും മേലെ വരക്കുക. 1 2 3 4 5 6 7 8 കറക്റ്റ്. പിന്നെ ഓരോരോ സൈഡുകളും വരച്ചിട്ടുണ്ട്. ആ സൈഡുകളെല്ലാം നമ്മൾ വരച്ച മാതിരി ജോയിൻ ചെയ്യുക. എൻ്റെ ചിത്രത്തിനെക്കാട്ടി നല്ല ചിത്രം നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ ഈ കോമ്പസ് കൃത്യമായിട്ട് ഉപയോഗിക്കാണ്ടാണല്ലോ വരച്ചത്. ഓക്കെ, കുട്ടികൾ കൃത്യമായിട്ട് വരക്കണേ. ഓക്കെ, നമ്മൾ ഒരുപാട് പ്രോബ്ലത്തിൽ ഇതേമാതിരി ചെയ്തത് കൊണ്ടാണ് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത് ജോയിൻ ചെയ്യുക, ഇത് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 8 സൈഡുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടും. 8 സൈഡുള്ളത് കിട്ടും. പിന്നെ എന്ത് ചെയ്താൽ മതി? 8 സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഇനി ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, ആംഗിൾ ഇല്ലല്ലോ. പിന്നെ ഈ പുറത്തത്തെ നമുക്ക് മായ്ക്കാം, അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പൊ പിന്നെ ഏതെല്ലാം ജോയിൻ ചെയ്യേണ്ടത് നോക്കിയാൽ ദാ ഈ വരയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് ഒരു വര. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. പിന്നെ താഴത്തെ വരയും ഇതും ജോയിൻ ചെയ്യാം. ഇത് രണ്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഏതെണ്ണം? ഇങ്ങനെ നേരെ ഇങ്ങനെ, ഇത് നേരെ ഇങ്ങനെ. ചിത്രം നോക്കിയിട്ട് അതേമാതിരി ചെയ്താൽ മതി. ഇത് രണ്ടും ജോയിൻ ചെയ്തു. പിന്നെ ഇവിടെയും രണ്ടും കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് കിട്ടി. നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. ഓക്കെ, ഇങ്ങനെ കിട്ടി. പിന്നെന്താ ചെയ്യേണ്ടത്? ഇത് ഏതെങ്കിലും ഒരു കളർ ചെയ്യുക. പച്ചയോ നീലയോ ചോപ്പോ ഏതെങ്കിലും ഒരു കളർ, ഒറ്റൊരു കളർ. ഇവിടെ ഉപയോഗിക്കാത്ത കളറ് എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. ഇതേ കളർ തന്നെ ഇവിടെ കൊടുക്കുക. അതേ കളർ തന്നെ ഇവിടെ കൊടുക്കുക. അതേ കളർ തന്നെ ഇവിടെ കൊടുക്കുക. ഇതെല്ലാം ഒരേ ഷേപ്പും അതേപോലെ ഒരേ വലിപ്പവുമാണ് നിങ്ങൾക്ക് കിട്ടുക വരച്ചാൽ കേട്ടോ. കൃത്യമായിട്ട് വരച്ചാൽ. അപ്പൊ ഈ ചിത്രം നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടി. ശ്രദ്ധിക്കണേ, ഇതിന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. 8 സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആംഗിൾ കണ്ടുപിടിച്ചത്, ഈ രൂപം വരച്ചത്. അതൊന്ന് കൃത്യം ഓർമ്മിക്കുക. ഇനി നമുക്ക് ഇതാണ് വരക്കേണ്ടത് കുട്ടികളെ. ഇത് വരക്കുമ്പം ഇതിന്റെ മേലത്തെ രൂപം മാത്രം ഈസിയാണ് കേട്ടോ. 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ വരക്കുക? 360നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 6 കൊണ്ട്. 36 6 നമുക്ക് എത്ര കിട്ടും? നമുക്ക് 60. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 6 36 അല്ലേ? അപ്പൊ 60 ഡിഗ്രി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം കോമ്പസ് എടുത്തിട്ട് ഒരു വൃത്തം വരച്ചു. കോമ്പസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരക്കുക. എത്ര? 3 സെന്റിമീറ്ററിലോ 4 സെന്റിമീറ്ററിലോ വരച്ചു. എന്നിട്ട് അതിന്റെ സെന്ററും ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? കോമ്പസ് എടുത്തിട്ടാണ് വരക്കേണ്ടത് കേട്ടോ. കോമ്പസ് എടുത്തിട്ട് വരച്ചു, സെന്റർ ഇതും കൂടെ ജോയിൻ ചെയ്തു. ഇനി 60 ഡിഗ്രി എടുക്കണം. 60 ഡിഗ്രി എടുക്കുക പറഞ്ഞാൽ എന്താ ഉപയോഗിക്കുക? നമ്മൾ കോമ്പസ് എടുക്കുക,
കോമ്പസ് എടുത്തിട്ട് എത്ര ഡിഗ്രി ഇവിടെ വെക്കുക, ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 60 ഡിഗ്രി എടുക്കുന്നു. 60 ഡിഗ്രി എടുക്കാൻ എളുപ്പമാണ്, ഇവിടെ ഡയറക്റ്റ് കിട്ടുമല്ലോ. 30, 40, 50, 60 ഡിഗ്രി ഇവിടെ ഉണ്ട്. ഓക്കെ, 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റിക്കാൻ സാധ്യതയില്ല. 60 അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതേമാതിരി ഉള്ളതാണ് വരക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മനസ്സിലായില്ലേ? 1, 2, 3, 4, 5, 6 സൈഡ് ഉണ്ടായതുകൊണ്ടാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. തെറ്റിക്കല്ലേ? അപ്പൊ ഇത് എത്ര ഡിഗ്രി എടുത്തത്? 60 ഡിഗ്രിയാണ് എടുത്തത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ? യൂസിങ് കോമ്പസ്. കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ ദൂരം കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ മെഷർ നോക്കി ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എടുത്തു. അത് ഇവിടുന്ന് നമ്മൾ ഇവിടെ കൊടുത്തു, പിന്നെ നമ്മൾ അത് ഇവിടെ കൊടുത്തു. അങ്ങനെ അതേ ദൂരം എല്ലാ സ്ഥലത്തും കൊടുത്തു പോവും. ഓക്കെ, ഐഡിയ മനസ്സിലായോ? എല്ലാ സ്ഥലത്തും അതേ ദൂരത്തിൽ എങ്ങനെ എടുക്കും? ഈ ദൂരം എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഒന്ന് ഇവിടെ കുത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ, അങ്ങനെ ഓരോ സ്ഥലത്തും എടുത്ത് വരച്ചു. പിന്നെന്താ ചെയ്യുന്നത്? സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഒരേ കാര്യം തന്നെ, സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇത് കൂട്ടി യോജിപ്പിക്കുക, ഇത് കൂട്ടി യോജിപ്പിക്കുക, അങ്ങനെ എല്ലാം യോജിപ്പിക്കുക. എല്ലാം നേരത്തെ ഈ സർക്കിളില് ഈ വൃത്തത്തില് മുറിച്ച ഭാഗമില്ലേ, ഈ നമ്മ കോമ്പസ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയ സ്ഥലമില്ലേ, ആ സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. എത്ര എളുപ്പത്തിലായി നോക്കിയാൽ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താ, 3 വൃത്തമൊക്കെ പഠിച്ചിട്ടല്ലേ നമ്മൾ 5ാം ക്ലാസ് പഠിച്ചത്. അതൊന്നും ഇനി വേണ്ട. എത്ര സൈഡ് വേണോ അതിനെ കൊണ്ട് 360 എപ്പോഴും 360 ഇതെപ്പോ ഓർമ്മിക്കണം, സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കണക്കിൽ. അപ്പൊ ഇനി എന്തെല്ലാം മായ്ക്കാം നമുക്ക്. ഈ പുറത്തത്തെ ഈ വരയൊന്നും വേണ്ടല്ലോ, ആ വരയിൽ നമുക്ക് കളയാം. എങ്ങനെ? റബ്ബർ ഉപയോഗിച്ചിട്ട് കളഞ്ഞു. ഇനി ഈ 60 ഡിഗ്രി ഇല്ലല്ലോ, ഇല്ല, അതും നമുക്ക് കളയാം. ഓക്കെ, ഇത്ര പോരെ. അപ്പൊ മേലത്തെ മാത്രം ഇപ്പൊ നമുക്ക് കിട്ടി. ഈ താഴത്തത് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, ആ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ നമുക്ക് വരക്കാം. സ്ക്വയർ വരക്കണം 90 ഡിഗ്രി വേണം. 90 ഡിഗ്രി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാ നമ്മുടെ ഇതെടുക്കും, ഇങ്ങോട്ട് നേരെ ഇട വെച്ചിട്ട് ഇവിടുന്ന് താഴോട്ടൊരു വര വരക്കും. അതേമാതിരി ഇപ്പുറം തിരിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ വരക്ക് മുട്ടിച്ചാല് വരക്കറിയാലോ. ഓക്കെ, ഇതെല്ലാം കൃത്യമായി പഠിച്ചു വെക്കണം മക്കളെ. നേരത്തെ ഇതേമാതിരി വരച്ചിട്ട് നമ്മൾ സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ ദൂരം ഉണ്ടല്ലോ, ഏത് ദൂരം നോക്ക്, ഇതാ ഈ ദൂരല്ലേ സ്ക്വയറിന് ഇവിടെ ഉണ്ടാവേണ്ടത്. സമചതുരമായിട്ട് വരക്കേണ്ടത്. അപ്പൊ ഈ സമചതുരത്തിന് എല്ലാ വശവും തുല്യല്ലേ. അപ്പൊ ഇത് എത്ര നീളം ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ കോമ്പസിൽ ഈ ദൂരം എടുക്കുക. കോമ്പസ് ഇവിടെ വെച്ചിട്ട് എടുക്കുക. വെച്ചതിന് ശേഷം ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇതില് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതില് മാർക്ക് ചെയ്യുക ഈ വരയിൽ. അതുപോലെ ഇവിടെയും കോമ്പസ് കുത്തിയിട്ട് ഇതില് മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെയും മാർക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? ദാ ഈ ദൂരം തന്നെ കിട്ടി കോമ്പസിൽ. അത് ഇവിടെയും കൊടുത്തു, അത് ഇവിടെയും കൊടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി? സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. സ്കെയിലാണ് വെക്കേണ്ടത്. സ്കെയിൽ വെച്ചിട്ട് ഞാനിപ്പോ ഈ സെറ്റ് സ്ക്വയർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വരക്കാൻ. ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് കിട്ടി. ഇനി ഇതും കൂടെ കിട്ടിയ ചിത്രം കഴിഞ്ഞു. നോക്കൂ കുട്ടികളെ, ഇവിടെയാണ് നിങ്ങൾ ഒന്നറിയേണ്ട കാര്യം. നോക്കൂ, ദാ ഇവിടുന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി. ഈ വരക്ക് 90 ആണല്ലോ, 90 അല്ലേ? ഈ വരക്ക് 90 അല്ലേ ഇത്? അതെ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് ഓർമ്മിച്ച് വെക്കുക. ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. ഓർക്കുക. ഇപ്പം ഇവിടെ നമ്മള് ഒരു ലൈൻ ഇങ്ങനെ വരക്കുക. ലൈൻ വരച്ചിട്ട് ഇതും അതായത് ഒരേ മാതിരി വരുന്നതാണ്. ഈടുന്ന് നേരെ 90 ഡിഗ്രി ഈട വന്നത്. അപ്പൊ അതേപോലെ ഈ വരക്ക് നേരെ 90 ഡിഗ്രി താഴ്ത്തിയിടുക. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക്? ഈ വരക്ക് നേരെ 90 ഡിഗ്രി വെക്കാൻ ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ താഴ്ത്തിയിട്ട് വരക്കുക. ഓർക്കുക, ഈ ഒരു കണക്കിന് മാത്രമാണ് ഇങ്ങനെ എളുപ്പത്തിലായി എന്നരം. അല്ലെങ്കിൽ ആംഗിളിൽ എടുത്തിട്ട് വരക്കണം. 30 ഡിഗ്രി സെറ്റ് സ്ക്വയറിന്റെ ആംഗിളിൽ എടുത്തിട്ട് ഇവിടെ വരക്കണം. അപ്പൊ അങ്ങനെ കോംപ്ലിക്കേഷൻ അത്ര എളുപ്പത്തിലാകുമ്പോ ഇത് വരച്ചു. അതേമാതിരി ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. ഈ വരച്ചിട്ട് മക്കളെ ശ്രദ്ധിക്ക്,
ഈ വരയുടെ നീളം തന്നെ ആയിരിക്കുമല്ലോ ഇതും ഉണ്ടാവുക. ആ വര നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ കോമ്പസിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ കോമ്പസില് ഈ വര എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ കുത്തിയിട്ടില്ല ഈ വര നമ്മൾ നേരത്തെ എടുത്തിട്ടില്ലേ? ആ ദൂരം കോമ്പസിൽ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഇവിടെ കുത്തി താഴെ ഇതിന് ഒരു വര കൊടുക്കുക. അതേമാതിരി ഇവിടെയും കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും ഒരു വര വരക്കുക. ഓക്കെ, ഇനി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റും കിട്ടി, ഈ പോയിന്റും കിട്ടി, ഇതും കിട്ടി, ഇതും കിട്ടി. ഇതും ജോയിൻ ചെയ്യാം, ഇതും ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താല് എന്തായി? നമുക്ക് തന്നിരിക്കുന്ന ചിത്രം ആയി. അപ്പോൾ ഇനി ആവശ്യമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മായ്ച്ചു കളയുക. ഇത് ഇവിടെ ലൈറ്റ് ആയിട്ട് ഉണ്ടായിക്കോട്ടെ, കാരണം നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ പരീക്ഷയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങളിത് മായ്ച്ചു കളഞ്ഞാൽ മതി. ഈ വര മായ്ച്ചു കളഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ട് ഇനി ഇവിടെയെല്ലാം അതിൽ പറഞ്ഞ മാതിരി ഷെയ്ഡ് ചെയ്യുക. അവിടെയെല്ലാം ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ 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 അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചിത്രം ഇവിടെ കിട്ടി. ഇവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? ഒന്ന്, 6 സൈഡ്. അപ്പൊ 60 ഡിഗ്രി കണ്ടുപിടിച്ചു. സർക്കിള് വരച്ചു, 60 ഡിഗ്രി എടുത്തു, ഈ നീളം കിട്ടി. എല്ലാ സ്ഥലത്തും അങ്ങനെ കട്ട് ചെയ്ത് പോയി ജോയിൻ ചെയ്തു, യോജിപ്പിച്ചപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടി. പിന്നെ നമ്മൾ ഇത് താഴോട്ടൊരു സ്ക്വയർ ആണ് ഈ രൂപം സ്ക്വയർ ആയതുകൊണ്ട് ഈ ദൂരം കോമ്പസിൽ എടുത്തു, സ്കെയിലല്ല, കോമ്പസിൽ ഇവിടെ കുത്തിയിട്ട് എടുത്തേക്ക് എടുത്തു. അത് എന്ത് ചെയ്യാ? നമ്മൾ താഴോട്ടും അതേമാതിരി കുത്തനെ താഴോട്ട് വരച്ചു വെച്ചിട്ട് അതിൽ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത സ്ഥലം യോജിപ്പിച്ചു. അപ്പൊ ഇതും കിട്ടി. ഇനി എന്താണ്? ഈ വര കിട്ടലാണ് പ്രധാനം. ഈ വര കിട്ടാൻ നമ്മൾ ഇവിടെ ഈ 2 വരകൾ യോജിച്ചു. ഇതും കൂടെ യോജിപ്പിച്ചിട്ട് അതിന് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 90 വരച്ചു. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇപ്പുറം 90 വെച്ചു, മട്ടം വെച്ചിട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇപ്പുറം വരച്ചു. അപ്പൊ പിന്നെ അത് കിട്ടി. എന്നിട്ട് അതിലും അളന്നു വെച്ചു. ഏത് ദൂരം? ഈ ദൂരം ഇതിലും അളന്നു വെച്ചു. എന്നിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ചിത്രങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം സ്കൂളിൽ ഇത് പഠിപ്പിക്കുമ്പോ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാമെന്ന് നിങ്ങളുടെ സാർ അറിയണം. അപ്പൊ നേരത്തെ നിങ്ങൾ കറക്റ്റ് വരച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പോകണം ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഇത് ചിത്രം വരച്ചത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. അത് മാത്രമല്ല, ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഓക്കെ സാർ എന്നുകൂടി കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ ബൈ.